നല്ല ഈസിയും ഹെൽത്തിയുമായ വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നല്ലൊരു സലാഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അവക്കാഡോ ഇല്ലേ, നമ്മൾ അവക്കാഡോ പലപ്പോഴും ജ്യൂസ് ആക്കി ഷേക്കാക്കി കഴിക്കുമ്പോഴൊക്കെ കുറച്ച് കലോറി കൂടുതലായതുകൊണ്ട് പലർക്കും അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ അവക്കാഡോ നമുക്ക് പലതരത്തിൽ കഴിക്കാം. അതിൽ ഒന്നാണ് ഈ നല്ലൊരു സലാഡാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു സവോള കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. സവോള വളരെ കുറച്ചിട്ടാൽ മതി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം അതൊരു ഒന്ന് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. അതിൻ്റെ എന്താ പറയുക, ഒരു എരിവില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും അവക്കാഡോയൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് പലതും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3-4 സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സവോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഒന്ന് അറിയിക്കണേ. ഇപ്പം ഞാനിവിടെ കുറച്ച് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ സലാഡിന് എപ്പോഴും നല്ലതാണ് ഈ ചെറിയ തക്കാളി. സാധാരണ ടൊമാറ്റോ എടുത്താലും മതി. അപ്പോൾ ഈ തക്കാളിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. നീളത്തിലോ വട്ടത്തിലോ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഇത് ഓരോന്നും കട്ട് ചെയ്ത് അതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഈ തക്കാളിക്കൊന്നും പ്രത്യേക അളവൊന്നും പറയുന്നില്ല, നമുക്ക് ആളുടെ എണ്ണം അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുക്കുന്നത് കുക്കുംബറാണ് കേട്ടോ. കുക്കുംബറും അറിയാമല്ലോ, ഞാനിവിടെ ഇത് ഒരു കുക്കുംബറിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ഈ ഭാഗം ഒന്ന് അതിൻ്റെ മാറ്റിക്കളയാം കേട്ടോ. ആ കുരുക്കളുടെ ഭാഗം അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് മാറ്റി കളയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അവക്കാഡോ ആണ്. അവക്കാഡോ സലാഡ് എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. അപ്പോൾ അവക്കാഡോ ഒരെണ്ണം എടുത്തിട്ട് നമുക്കതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ഇട്ടാൽ മതി. നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. പ്രത്യേകം നമ്മളിത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ ഈ അവക്കാഡോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് അവക്കാഡോയുടെ മറ്റേ പീസും നമ്മൾ കായൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു അല്പം ടേസ്റ്റിന് വേണ്ടി ഇത്തിരി കുരുമുളക് പെപ്പറാണ് കേട്ടോ. വൈറ്റോ അതിൽ ബ്ലാക്ക് ഏതെങ്കിലും ആവാം. പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണ് 1.5 സ്പൂണോ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിലിരിക്കുന്ന സവാളല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ചെറിയ ബൗളാട്ടോ ഞാനുണ്ട്. ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നേരത്തെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.